നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. എടപ്പള്ളി മുതൽ വാളയാർ വരെ 13 അടിപ്പാതകളൂടി പാസ്സായിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ജംഗ്ഷനിലും നിരവധി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുടിക്കോടാണ്. ഇതുപോലെ കഴിഞ്ഞ ഒരു ടൈമിലായിട്ട് 11 അടിപ്പാതകൾ പാസ്സായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 13 അടിപ്പാതകളൂടി ഈ വാളയാർ മുതൽ എടപ്പള്ളി വരെയുള്ള ഭാഗത്ത് പാസ്സായിരിക്കുകയാണ്. നമുക്കറിയാം, മണ്ണുത്തി വിട്ടാൽ പല ഭാഗത്തും അങ്ങോട്ട് 4 ലൈനാണ് എങ്കിൽ പല ഭാഗത്തും സിഗ്നലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ സിഗ്നലുകളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇനി ഒരു വാഹനം ഒരു സ്ഥലത്ത് നിന്ന് കയറിയാൽ മറ്റു സ്ഥലത്ത് വരെ വലിയ അപകടമില്ലാത്ത രീതിയിൽ ത്രൂ ഔട്ടായിട്ട് പോകുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അടിപ്പാതകൾ വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ അടിപ്പാതകൾ പാസ്സായിരിക്കുന്നത് വൈസ് പാർക്ക്, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജംഗ്ഷൻ, കഞ്ചിക്കോട്, കുരുടിക്കാട്, പുതുശ്ശേരി, ചന്ദ്രനഗർ, കണ്ണന്നൂർ, ചിതലിപ്പാലം, ഇരട്ടക്കുളം, നടത്തറ, മരത്താക്കര, പുതുക്കാട്, പോട്ട എന്നീ ഭാഗങ്ങളാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം, നടത്തറ അതുപോലെയുള്ള ജംഗ്ഷനുകളിൽ, പോട്ടയിലൊക്കെ തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും ഒട്ടും മോശമല്ലാത്ത അപകടങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു ഭാഗമാണ്. അതായത് നിലവിലിപ്പോൾ 11 അടിപ്പാതകൾ പണികൾ ആരംഭിക്കാൻ പോകുന്നതും കാഴ്ചപ്പറമ്പ്, കുഴൽമന്നം, ആലത്തൂർ, വാണിയമ്പാറ, കല്ലിടുക്ക്, മുടിക്കോട്, ആമ്പല്ലൂർ, ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പര ഈ 11 ഇടങ്ങളും ഒരു കമ്പനി തന്നെയാണ് ഏറ്റെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ന കമ്പനിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പണികൾ വേഗം നടക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇപ്പോൾ മുടിക്കോട് പലപ്പോഴായിട്ട് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ കല്ലെടുക്കും. നമ്മളൊക്കെ ഒരുപാട് വാർത്തകൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇപ്പോൾ മുടിക്കോട് ഞങ്ങൾ കണ്ടു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സ്റ്റാഫുകളെ നിർത്തിക്കൊണ്ട് ബ്ലോക്ക് വരുമ്പോൾ അപ്പം തന്നെ അത് മാറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്തായാലും അടിപ്പാതകൾ വരട്ടെ, അതുപോലെ ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. നമുക്കറിയാം, NH 544 മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെ 6 വരിപ്പാതയാണ്. നിരവധി അപകട മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അടിപ്പാതകൾ വരുന്നതോടുകൂടി യാത്ര സുഗമമാവാൻ കഴിയും. നിലവിലുള്ളതിനെക്കാട്ടിലും സ്മൂത്തായിട്ട് സ്പീഡിൽ പോകാൻ കഴിയും. നമുക്കൊക്കെ എറണാകുളത്തു നിന്ന് വരുമ്പോൾ ഒരുപാട് സിഗ്നലുകൾ താണ്ടി വേണം നമുക്ക് പാലിയേക്കര വരെ എത്തുന്നതിനായിട്ട്. പാലിയേക്കരയിൽ ഇപ്പോൾ വലിയ ബ്ലോക്കാണ്. അതുപോലെ തന്നെ പുതുക്കാട്, മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ സിഗ്നലുകൾ വലിയ ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത് 13 അടിപ്പാതകൾ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതുപോലുള്ള വാർത്തകൾ തത്സമയം അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.